ഹംസാജിനെ കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാം കൂടി എന്തിനാ സുയിപ്പാണ്? ഒരുത്തൻ പറയാ 2 കോടി ഇനാമ് തരാം. നേരത്തെച്ചോള് ബാക്കി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ കോടിയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ മശായിഖന്മാരെ അടുത്തുണ്ട് എല്ലാ കോടികളും. നിങ്ങൾ ദീൻ അംഗീകരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ രൂപത്തിൽ ഗുണ്ടായിസും ക്രൂരമുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വരി. ഈ പുറത്ത് മാനവികത പറയാ, ഉള്ളിൽ ഈ രൂപത്തിലുള്ള സംഭവം. അതിനൊരു ഉദാഹരണം കൊണ്ടുവന്നതാണ് ഹംസാജിനെ. അയാൾ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞല്ലേ, അയാളാണ് എറണാകുളം ജില്ലയിലെ ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ എല്ലാം. അയാൾ സ്വന്തം സ്ഥലം വാങ്ങി 4 നിലയുള്ള വലിയ ബിൽഡിംഗ് സ്വന്തം ക്യാഷ് കൊണ്ടുണ്ടാക്കി അയാൾ അതിന്റെ രക്ഷാധികാരിയായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ അയാളെ ഒന്നുമല്ലാതെ ആക്കാൻ ശ്രമിച്ചത്. സ്ഥാപനം തട്ടിയെടുത്തു. ഏതുപോലെ? കോഴിക്കോട്ടെ മുഹിയുദ്ദീൻ പള്ളി വഹാബി തട്ടിയ പോലെ, പട്ടാളപ്പള്ളി തട്ടിയ പോലെ, ഷാദുലിപ്പള്ളി തട്ടിയതുപോലെ. ഒരു കാര്യം ഉറപ്പല്ലേ, മുഹിയുദ്ദീൻ പള്ളി എന്ന് വഹാബി വേടിരോ? ഒരിക്കലും ഇടൂല. ഷാദുലിപ്പള്ളി എന്ന് എങ്ങനെങ്കിലും ഇടൂ? ആ പേരാട്ട തന്നെ അറിഞ്ഞൂടെ അത് തട്ടിയെടുത്തതാണ്. ഇതേപോലെ തന്നെ. അപ്പൊ നിങ്ങളുടെ ക്രൂരത അനുഭവിച്ച ഒരുപാട് ആളുകൾ ഈ ഇരിക്കുന്ന സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്. ഒരുപാട്. ഇപ്പം ഇന്ന് ഞാനത് പറഞ്ഞു നോക്കുമ്പോൾ എത്ര ആളുകളാ പറഞ്ഞു നിങ്ങളൊരു വീഡിയോ ഇട്ട് വരും, ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ അതൊരു കാഫിലായി തുടങ്ങേണ്ട പോലെ. എത്ര ഉണ്ട് ഈ പറയുന്ന AP സമസ്ത ഇത്രയും പീഡിപ്പിച്ച ആളുകൾ, എത്രയോ പ്രഭാഷകർ. ഒരു തെറ്റുണ്ടാവില്ല. ഒരു മഹാന്റെ അടുത്തേക്ക് പോയതേക്കാരം പ്രശ്നം. അതോടുകൂടി ആ ആളാണ് ഒറ്റപ്പെടുത്തും. ആ ആള് ശരിയല്ലെന്ന് പറയും. പിന്നെ മറുപടി ആരാ? ഇയാൾക്ക് വോയിസ് ഇല്ലല്ലോ. ഇപ്പൊ കാലം മാറി. ഇപ്പൊ ഒരു റൂമിലിരുന്ന് പറഞ്ഞാൽ തന്നെ ലോകര് കേൾക്കും. ആ രൂപത്തിലുള്ള ഹൈടെക് യുഗത്തിലെ ഏറ്റവും ഉന്നതരാണ് ലോകം ഭരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. നിങ്ങൾ വിചാരിച്ചോർത്ത് ഞങ്ങൾ പറഞ്ഞ അതിനപ്പുറം പറയാൻ പാടില്ല. നിങ്ങൾ ആര്? നിങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞങ്ങളത് പറഞ്ഞിരിക്കും. ഒരുത്തന്നെ ചോദിക്കുക, എല്ലാവരും പറഞ്ഞൊരു വിഷയത്തിൽ എതിര് പറയാൻ മാത്രം എനിക്ക് ഇടുന്ന ധൈര്യം കിട്ടിയത്? ഞങ്ങളെ നിങ്ങളെ കാണുന്നു പോലുമില്ല. ഞങ്ങളോട് പറയാൻ നിർദ്ദേശിച്ചാൽ ഞങ്ങൾ പറയും, ഞങ്ങളോട് പോകാൻ നിർദ്ദേശിച്ചാൽ പോകും. ഇപ്പം ഇന്നലെ ഞാൻ അൻവർ ഉസ്താദും കൂടി പട്ടിക്കാട് ജാമിയ നൂരിയയിൽ അവിടുത്തെ ഉസ്താദുമാരെയും കോളേജൊക്കെ കാണാൻ വേണ്ടി പോയി. കെ ഉസ്താദൊക്കെ നിന്ന സ്ഥലല്ലേ. അപ്പോഴേക്ക് ഇവല് എന്തിനാ പട്ടിക്കാട് പോയത്? അതിനാ എന്നോട് പറയുന്നത്. പട്ടിക്കാട് പോലെ ഇന്ത്യ സ്വാതന്ത്ര്യമല്ലേ? മശായിഖുമാർ പറഞ്ഞാൽ ആ സെക്കൻഡിൽ പോകില്ലേ ഞങ്ങൾ. അതുകൊണ്ട് അവരൊക്കെ ഒരു നല്ല സ്വഭാവം മനസ്സിലാക്കാനായി അവിടുത്തെ ഉസ്താദുമാർ, മുദരിസുമാർ, നല്ല മക്കള് നിങ്ങളെടുത്ത് വന്നാൽ കിട്ടുന്ന ആ ഒരു അഹങ്കാരത്തിൻ്റെ സംസാരമൊന്നുമല്ല. കെ ഉസ്താദിനോടൊക്കെ അതിൻ്റെ ഒരു സ്വയ കിട്ടിയ രൂപത്തിലുള്ള നല്ല മനുഷ്യന്മാർ, നല്ല ഉസ്താദുമാർ. ഗൂഢാലോചന നടത്താൻ പോയതാണ് ഒരുത്തൻ പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ എന്തിനാ? അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കിയല്ലേ, പിന്നെന്തിനാ ഞങ്ങളെ പിന്നാലെ എടുക്കണം? നിങ്ങളൊന്നുമല്ല എന്ന് പറയും ചെയ്യുമ്പോൾ ഫുള്ള് നമ്മളെങ്ങോട്ടാ തിരിഞ്ഞു. ഇപ്പൊ നമ്മളല്ലാതെ ചർച്ച ഉണ്ടോ ലോകത്ത്? അപ്പൊ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ ഈ ക്രൂരതയും നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ട് നന്നാവാൻ നോക്കി കൂട്ടരെ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തൊള്ള അടക്കി വെച്ചാൽ ഞങ്ങൾ പറയൂല. ഈ വയസ്സ് കാലത്തെങ്കിലും ഒന്ന് നന്നായി ഇരുന്നൂടെ എന്ന് ചോദിപ്പിക്കണം നിങ്ങളല്ലേ. നിങ്ങൾ പറയുമ്പോൾ പിന്നെ അത് വിശദീകരിക്കേണ്ടി വരില്ല ഞങ്ങൾക്ക്. അപ്പം ഞാൻ ആദ്യം പ്രസംഗിച്ചു, ഹംസാജി പറഞ്ഞോണ്ട് ഞാൻ പോയി. ഇവര് വന്നിട്ട് പറഞ്ഞു ആ കള്ളത്തരാണ്, അങ്ങനെ ഹംസാജി തന്നെ അല്ല. ഞാൻ അയാളെ ക്ലിപ്പ് കൊണ്ടുവന്നു. ഇന്ന് വീണ്ടും പറഞ്ഞു ആ സംഭവമല്ല. അതുകൊണ്ട് ഇന്നൊരു 4 ക്ലിപ്പ് അധികം കൊണ്ടുവരേണ്ടി വരികയാണ്. നിങ്ങളാണിത് പറയിപ്പിക്കുന്നത്. എത്ര ഉണ്ട്? അദ്ദേഹം 1 മണിക്കൂറിലേറെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. AP-യും EK-യും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം ഉണ്ടാക്കിയത്. എല്ലാ ഉദരിസുമാരും AP-ക്കാർ EK-കാരൊക്കെ ഉണ്ടാവും. ഒരിക്കൽ ഒരു ചങ്ങായി വന്നു, കാന്തപുരത്തിൻ്റെ ശിഷ്യൻ, മാനേജറായി വന്നതാണ്. പ്രസംഗമൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? സെക്രട്ടറി സ്ഥാനം കൊടുത്തു. മുഖ്യ രക്ഷാധികാരി മൂപ്പര
സെക്രട്ടറി ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പിന്നെ തുടങ്ങി ഈ കുത്തിത്തിരിപ്പ്. ഇയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഫസ്റ്റ് ഇത് അറിയില്ലല്ലോ ഇവലെ ഈ ഗൂഢാലോചന, പാവങ്ങളല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞാലേ ഒരു മുദരിസിനെയും കൊണ്ടുവന്നിട്ട് നമുക്ക് AP ഉസ്താദിനെ പ്രസിഡൻ്റാക്കാം, മെല്ലെ മെല്ലെ സ്ഥാപനം തട്ടിയെടുക്കുന്ന രംഗാത്. അങ്ങനെ പ്രസിഡൻ്റാക്കാൻ നോക്കുക. പ്രസിഡന്റ് പറ്റൂല എന്നൊക്കെ മുമ്പ് ഒരുപാട് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പോവുകയാണ് പറഞ്ഞ് എല്ലാ സ്ഥാപനത്തിലെ മക്കളൊക്കെ പോകുന്നതായപ്പോൾ ആയിക്കോട്ടെ, പേരിന് പ്രസിഡന്റ് മൂപ്പർ ആയിക്കോട്ടെ. അപ്പോൾ മൂപ്പര് പ്രസിഡന്റ്, ഞാൻ രക്ഷാധികാരിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറയാ, AP ഉസ്താദ് നിങ്ങളെ താഴെ ഇരിക്കാൻ പറ്റൂല, അതുകൊണ്ട് രക്ഷാധികാരി സ്ഥാനം ഒഴിവാക്കണം. നിങ്ങൾ നോക്കി, നിങ്ങൾ വില തട്ടിപ്പ്. അതിന് പ്രസിഡന്റ് മൂപ്പരാണല്ലോ, അപ്പോൾ രക്ഷാധികാരി മുകളിലാൻ പാടില്ല, അതുകൊണ്ട് ആ സ്ഥാനം ഒഴിവാക്കി നിങ്ങളെ വൈസ് പ്രസിഡന്റ് ആക്കണം. അയാളെടുത്തുന്ന ആ സ്ഥാപനം തട്ടുകയാണ്. അയാളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അയാൾ പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞത്. അദ്ദേഹം തുടങ്ങട്ടെ. ഒരു 4 ക്ലിപ്പ് ഒന്ന് അയാൾ വെച്ച് തരുന്നുണ്ട്. വെക്കോളൂ. 2 കോടി കിട്ടുകയാണെങ്കിലോ വെച്ചു കൊടുക്കും. കുട്ടികളെ നോക്കാൻ വേണ്ടി വന്ന ആളെ ഞാൻ എന്ത് ചെയ്ത് സെക്രട്ടറി ആക്കി. കുറച്ച് പ്രസംഗിക്കാനൊക്കെ കുറച്ച് കഴിവുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ സെക്രട്ടറി ആക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മുദരിസും കുട്ടികളൊക്കെ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സംഘടന രീതിയിൽ നമുക്ക് കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നടത്താം. അപ്പം സംഘടന എന്ന് പറഞ്ഞാൽ വേണ്ട, സംഘടനയിൽ നമ്മൾക്കിപ്പോൾ 2 കൂട്ടർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് വല്ല കുഴപ്പമുണ്ടാകും. അങ്ങനെ ആയി ഈ മുദരിസിനോട് ഈ ശിഹാബ് പറഞ്ഞു, നമുക്ക് AP സ്ഥാനം പ്രസിഡൻ്റ് ആക്കണം, എന്തെങ്കിലും ഈ സ്ഥാപനം നമ്മളെ കയ്യിൽ ഇരിക്കുകയുള്ളൂ, അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ അതൊന്ന് ഉത്സാഹിക്കണം. ഞാൻ അതേമാതിരി അവിടെ ഇരിക്കുന്ന സമയത്ത് മുദരിസ് വന്നിട്ട് വിളിച്ചു. അപ്പോൾ എന്നെ ഇയാപ്പാന്നാണ് വിളിക്കണം. പിള്ളേരെല്ലാവരും ഇയാപ്പാന്നാണ് വിളിക്കണം. മൂപ്പര് തന്നെ ഇയാപ്പാന്നാണ് വിളിക്കണം. ഇയാപ്പ നമുക്ക് AP സ്ഥാനം പ്രസിഡൻ്റ് ആക്കാം, അതല്ലാണ്ട് എനിക്ക് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ട ഉസ്താദെ, ഉസ്താൻ ഇപ്പം എന്താ ബുദ്ധിമുട്ട്? ഇപ്പോൾ സംഘടനയൊന്നും ഇല്ലല്ലോ, എന്നാലും ഉസ്താൻ ഇപ്പം എന്താ ബുദ്ധിമുട്ട്? ഇല്ല, ഒന്നുമല്ല, ഞാൻ ഇതുവരെ നിന്നിരുന്ന AP സ്ഥാപനത്തിലേ നിന്നിട്ടുള്ളൂ, AP ഇല്ലാത്ത സ്ഥാപനം നിന്നിട്ടില്ല. നമ്മൾ ഇതെല്ലാം കൂടിയല്ലേ ഉള്ളത്, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞ്. പിന്നെ മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ലാസ്റ്റ് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, എനിക്ക് താല്പര്യമായപ്പോൾ എന്നാൽ ശരി ഉസ്താദെ, നമുക്ക് തന്നെ AP സ്ഥാനം ഷിഹാബ് ഉസ്താദായിട്ട് പോയി. അങ്ങനെ AP സ്ഥാനം കണ്ട് എനിക്ക് നേരത്തെ പരിചയം ഉണ്ടല്ലോ. നേരത്തെ പരിചയം എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ്. അതായത് ഇവരെ ഒരു മഹലിൽ AP വിഭാഗത്തെ നിർത്തുമ്പോൾ എല്ലാ ഉമറാക്കളും ശ്രദ്ധിച്ചോളി, ആ സാധനം പോയി പോകും. വളരെ തന്ത്രപരമായിട്ടാണ് കയറിക്കൂടുക. ജോലിക്കാരനായി പിന്നെ കഴിവുള്ള ആളെ സെക്രട്ടറി ആയിട്ട് ആക്കി കൊടുക്കുകയാണ്. നല്ല ഉദ്ദേശത്തിലല്ലേ ഈ നാടന്മാരായ ആളുകൾ പോലെ ഈ അഹങ്കാരവും കുയിന്തൊന്നും ഇല്ലല്ലോ. ഓല് നേർക്ക് നേരെ ചിന്തിക്കണമല്ല. പറഞ്ഞ് സെക്രട്ടറി ആയി പ്രസിഡന്റ് APയിലാക്കണം. ഇവർ കുറേ പറഞ്ഞു നോക്കി, എന്തിനാ അതിൻ്റെ ആവശ്യം? എന്നാൽ ഞങ്ങളൊക്കെ പോവാണ്, നിങ്ങളും ബിൽഡിങ്ങും മാത്രം ബാക്കിയാവും. അങ്ങനെ ലാസ്റ്റ് ഇവർക്ക് വേണ്ടി ആരെ പ്രസിഡന്റ് ആക്കുന്നു? AP അബൂബക്കർ മുസ്ലിയാർ. അടുത്ത 2ാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? AP ഉസ്താദ് എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന ആള് പ്രസിഡന്റും ആദ്യര് മുഖ്യ രക്ഷാധികാരിയും. അപ്പോൾ രക്ഷാധികാരി വിചാരിച്ച വാക്കിലിനൊക്കെ പിരിച്ചുവിടാലോ. അപ്പോൾ അവർ പറഞ്ഞു, അത് പറ്റൂല, നിങ്ങൾ മുകളിലിരിക്കാൻ പറ്റൂല, നിങ്ങൾ അതിന് മാറ്റണം. അങ്ങനെ രക്ഷാധികാരിന്ന് മാറ്റി വൈസ് പ്രസിഡന്റ് ആക്കി. വൈസ് പ്രസിഡന്റ് എന്ന് മാറ്റി വെറും കമ്മിറ്റി അംഗാക്കി. കമ്മിറ്റി അംഗത്തുനിന്നും മാറ്റി ഒന്നും അല്ലാതാക്കിയാണ്. ആ 2ാമത്തെ ഭാഗം അയാൾ പറയട്ടെ. അങ്ങനെ ഒരു ആചാര്യ വീട്ടിൽ വെച്ച് ഇങ്ങനെ സംസാരം നടന്നിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കയറാൻ വേണ്ടി പോയപ്പോൾ, ആചാര്യ പേരൊന്നും ഞാൻ ഇതിൽ പറയണില്ല, അങ്ങനെ കേൾക്കുക. അപ്പോൾ എന്നോട് ആചാര്യ പറഞ്ഞ് വാതക്കത്തിന് നിന്നോളണം. അങ്ങനെ ഞാൻ കയറാൻ വേണ്ടി പോയപ്പോൾ AP ഉസ്താദ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഒരു 10-40 ആൾക്കാരുണ്ട് പുറത്ത്, നെട്ടുകാരും ഉണ്ട്. എൻ്റെ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ്, ഖദീജത്തുൽ കുബറയിലേക്ക് കയറിയ കാലും കഴിഞ്ഞ് ഞാൻ തല്ലി ഓടിച്ചു കളയും. AP ഉസ്താദ് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ കാലും കഴിഞ്ഞ് ഞാൻ തല്ലി ഓടിച്ചു കളയും. നെട്ടുകാരനിപ്പോൾ വേറെങ്കിലും ഉസ്താദ് നമ്പർ കൊടുത്തിട്ട് വിളിച്ചു ചോദിച്ചാൽ ആ പയ്യൻ പറഞ്ഞു തരും. അന്നത്തെ ഫസ്റ്റിലത്തെ പ്രസിഡൻ്റായിരുന്നു ഈ സാനി നെട്ടൂർ എന്ന് പറഞ്ഞാൽ ആ കുട്ടി. അങ്ങനെ ഞാൻ എൻ്റെ എനിക്കെന്താണെന്നറിയാമുള്ള അറ്റാക്ക് വന്ന മാതിരിയോ ഇത്രയും വാക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കി ഇങ്ങനെ വന്നല്ലോ. കാലും കയ്യും തല്ലി അടിക്കും ഖദീജത്തുൽ കുബ്രയിലേക്ക് കടന്നാലെന്നാണ് എന്നോട് പറഞ്ഞത്. 10-40 ആൾക്കാർ പുറത്തുണ്ട്. എനിക്കൊരു അറ്റാക്ക് വന്ന മാതിരി. ഞാൻ അവരെ പറഞ്ഞു, അള്ളാഹുവേ
പഠിച്ചവനെ ഇതിനൊരു കറുത്ത മുത്ത് ഇദ്ദേഹത്തിന് നീ സമ്മാനം ചെയ്യണമെന്ന് അവിടെ നിന്നിട്ട് ഞാൻ തോന്നുന്നു. കഴിഞ്ഞ തവണ നമ്മൾ കേട്ടതാണത്. വളരെ വികാര ഭരിതനായിട്ടുള്ള അവതരിപ്പിക്കുന്നത് തന്നെ ഇതിന് പകരമായിട്ടൊരു കറുത്ത മുത്ത് കാണിച്ചു കൊടുക്കണേ. ആ മുത്താണോ യമനിൽ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മുത്തിഞ്ഞ് വരാനും ഉണ്ടാവും. എന്താണ് ഈ പറഞ്ഞ കയ്യും കാലും തല്ലി കൊടുക്കുമെന്ന് പറയാൻ ആര്? ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. അപ്പുറത്തുകൊണ്ടുള്ള നേരത്തെ പറഞ്ഞ് അയാളെ അനുഭവം തീർന്നിട്ടില്ല നമുക്ക്. അങ്ങനെ പ്രസിഡൻ്റായി കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ സക്കാഫി എന്താ ചെയ്യുന്നത് വെച്ചാൽ സംഘടനയിലുള്ള ആൾക്കാരെ മുഴുക്ക കമ്മിറ്റിയിൽ കയറ്റി. എനിക്കാണെങ്കിൽ ഒരു അടി കിട്ടിയ മാതിരി ഇതൊക്കെ വായിച്ച് കേട്ടിട്ട് ഒരു അന്തമില്ലാത്ത മാതിരി ആയിപ്പോയി. ഇത് തിരുത്തി പറയണ്ടേ, ഇതെന്താ നിങ്ങൾ ചെയ്തതെന്ന് പറയണ്ടേ. എനിക്കതിന് പറ്റിയില്ല. പിന്നെ അതുകൊണ്ടാണ്ട് എന്നെ അതിൻ്റെ അകത്ത് വൈസ് പ്രസിഡൻ്റാക്കി. പിന്നെ ഞാൻ എൻ്റെ ഭരണഘടനയിൽ എഴുതിയേക്കുന്നത് ഞാൻ രക്ഷാധികാരിയാണ്, എന്നെ ഒരു കാരണവശാലും ഇതിൽ നിന്ന് ആർക്കും മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ബൈലോ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് AP ഉസ്താദ് തിരുപ്പതിപ്പെടില്ല, നിങ്ങൾ AP ഉസ്താദിനേക്കാൾ വലിയ ആളായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വലിയ ആളല്ലല്ലോ, ചെറിയ ആൾ തന്നെയല്ലേ. ശിഹാബ് സക്കാഫി പറയണം. അപ്പോൾ അതിന് ഭരണഘടന മാറ്റി എഴുതണമെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്കിത് വേറൊരു ചിന്താഗതിയില്ലല്ലോ, നമ്മൾ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, ഇതുകൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആക്കിയപ്പോൾ അതിൽ നിന്ന് എന്നെ കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിവാക്കി, എല്ലാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ പേരേ ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആക്കിയെടുത്ത് എന്നെ വൈസ് പ്രസിഡൻ്റ് ആക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ അങ്ങോട്ട് പോയതിൻ്റെ ശേഷം ഇങ്ങനെ പ്രശ്നങ്ങളായി കൊണ്ടിരുന്നപ്പോൾ കമ്മിറ്റി വിളിക്കണം എന്ന് പറഞ്ഞു. നോക്കുങ്ങൾ അയാളുടെ ആ അനുഭവം ഒന്നുമല്ലാതാക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് എവിടെ പോകുന്നത്, ഈ വിഷയം മസ്ലഹത്താക്കാൻ വേണ്ടി AP അബൂബക്കർ മുസ്ലിയാരെ അടുത്ത് പോകുന്നത്. കമ്മിറ്റിയിൽ നിന്നൊക്കെ പുറത്തായി ഇങ്ങനെ ടെൻഷനായി നിൽക്കുമ്പോൾ അതൊരു പരിഹാരമാക്കാനാണ് ആരെടുത്ത് പോയത്, AP അബൂബക്കറിൻ്റെ അടുത്ത് പോയത്. മൂപ്പര് പറഞ്ഞു ഖദീജത്തുൽ കുബറയിലേക്ക് ഇനി കയറിയാൽ കൈയും കാലും ഞാൻ അടിച്ച് തകർക്കും. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണോ ദീന്? അതാണ് പുറത്ത് മാനവികത പൂത്തുലയാണ്, അകത്ത് ക്രൂരത പൂത്ത് ബാക്കി ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞിട്ടില്ല. ഇനി അയാളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ച സംഭവം വരെയുണ്ട്. അതും കൂടി മൂപ്പര് പറഞ്ഞോട്ടെ. ഓരോ ദിവസവും 4 നട്ടാൽ തന്നെ തീരൂല, അത്രയുണ്ട് അയാളെ ഇവർ കാണിച്ച ക്രൂരതകൾ. ഒന്നും കൂടി ഒരവസരം കൂടി. ഗുണനിലവാരം എത്രയാണ്. അങ്ങനെ ഞാൻ ചായയും കുടിച്ചിട്ട് ചായ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാനിരിക്കുന്ന കസേരയിൽ ശിഹാബ് കയറിയിരിപ്പുണ്ട്. പിന്നെ മറ്റുള്ള കസേരയിലൊക്കെ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഇരിപ്പുണ്ട്. ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. ഇല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീറ്റൊന്നുമില്ല, നിങ്ങൾക്കിവിടെ സീറ്റില്ല, നിങ്ങൾ പോയിക്കൊള്ളണം, അങ്ങനെയാണ് AP ഉസ്താദ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ AP ഉസ്താദ് എങ്ങനെ പറയാം. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ 2 സക്കാഫിമാർ വേറെയുണ്ട്. മറ്റാൾ പോയി. ഏത് ഈ AP ഉസ്താദിനെ പ്രസിഡന്റ് ആക്കുമെന്ന് പറഞ്ഞാൽ ആ മുദരിസ് ഇങ്ങോട്ടായിട്ട് തന്നെ തെറ്റിയിട്ട് പോയി, കുട്ടികളായിട്ട് പോയി. അതും ഈ ശിഹാബിലായിട്ട് പറഞ്ഞ് സംസാരിച്ച് തെറ്റിയിട്ടാണ് പോയത്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നിവൃത്തിയില്ല. ചായ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് സമയമായപ്പോഴും ഞാൻ നിവൃത്തിയിൽ ഇവരാരും എണീച്ച് പോണില്ല. അപ്പോൾ എനിക്ക് വീട്ടിലൂടെ തന്നെ വൈഫ് ഒറ്റക്കല്ലേ ഉള്ളൂ. രാത്രി ഞാനിങ്ങോട്ട് പോകുന്നു. അതിനുശേഷം ഇങ്ങനെ കുറേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ഉസ്താദ് പറഞ്ഞു, ഒരു മധ്യസ്ഥക്ക് വിളിക്കുന്നുണ്ട് AP-ൻ്റെ പിള്ളേർ, അതിൻ്റെ പേരിൽ നിങ്ങൾ വരാൻ തയ്യാറെന്ന് വെച്ച്. എന്നാൽ ആ ഉസ്താദ് വിളിച്ചത് ഹക്കാണ്, അദ്ദേഹത്തിന് വേറെ ഒരു കളങ്കവും ഇല്ല മനസ്സിൽ. AP-കാരനാണ്, ഒരു കളങ്കവും ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നെ വിളിച്ചത്. എടപ്പള്ളിയിലാണ്, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് ഒറ്റയ്ക്ക് തന്നെ പോയി. ചെന്നപ്പോൾ എടപ്പള്ളി ഒരു മുകളിൽ ഒരു 2 നിലയിലേക്ക് കയറിയപ്പോൾ അവിടെ കുറച്ച് കസേരയും ടേബിളും ഒക്കെ കിടപ്പുണ്ട്. അവിടെ ഇരുന്ന് വേറെ ആരും കണ്ടില്ല. അങ്ങനെ ഞാനും ഉസ്താദും കൂടെ അവിടെ ഇരുന്നു. അപ്പോൾ ഒരു 3 ആൾക്കാർ വന്നു, ചെറുപ്പക്കാർ പിള്ളേർ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം എന്നോട്. ഈ വന്ന 3 പിള്ളേർ, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചപ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ എന്നെ ഉസ്താദ് വിളിച്ചിട്ട് വന്നതാണ്, നമുക്കെന്തോ പറഞ്ഞെന്തോ അവസാനിപ്പിക്കാമെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു. എടാ, പിന്നത്തെ വാക്കാണ്, AP ഉസ്താദ് പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ?
തോന്നിയാസം പറഞ്ഞ് ലാസ്റ്റ് ഷർട്ടിനെ കയറി പിടിച്ചു. അപ്പം മറ്റേ മുസ്ലിയാർ പാവണം, അദ്ദേഹം കയറി പിടിച്ചു. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ടുവന്ന ആളാണ്, എൻ്റെ ദേഹത്ത് തൊട്ടിട്ട ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് തൊടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കസേര അടിച്ച് ഇപ്പോൾ ഇയാൾ തടുത്ത് ഇയാൾ വലിയ പ്രശ്നങ്ങളായി. അങ്ങനെ മൂപ്പര് എന്നെ തള്ളി പുറത്തേക്ക് വന്നായിക്കൊരു വാക്ക് പറഞ്ഞു, എന്നെ വെറുതെ ഞങ്ങൾ വിടൂല. പുസ്തകം എന്താണോ പറഞ്ഞത് അത് കേട്ടിട്ട് ഇതായിക്കൊള്ളണം, ഷിഹാബാണ് ഇപ്പം അതിൻ്റെ ആൾ, പറയണമെന്ന് കേൾക്കണം, എനിക്ക് സ്ഥാപനത്തിൻ്റെ ഒരു ചാൻസും ഇല്ല, അവിടുന്ന് പൊയ്ക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനുശേഷം അവിടെ ഉണ്ടായി. അങ്ങനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, കടങ്ങൾ എവിടെ എത്തിച്ചു അയാളെ. ഇയാള് പിന്നെ APLത്തുനിന്ന് തല്ല് കിട്ടുമെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ മസലത്തിന് വിളിച്ച രംഗാപ്പ പറയുന്നത്, ഇതിനു വേണ്ടി തല്ലാൻ വേണ്ടി ഗുണ്ടകളെ ഏൽപ്പിച്ച് കൈകാര്യം ചെയ്യുമെന്നായപ്പോൾ മൂപ്പരെ കൊണ്ടുവന്ന പാവ ഉസ്താദ് പറഞ്ഞു, എന്നെ തച്ചിട്ട് ഇയാളെ തല്ലാൻ പാടുള്ളൂ. അങ്ങനെ ലാസ്റ്റ് പുറത്തേക്ക് തള്ളിയിട്ടിട്ട് പറഞ്ഞ വാക്കാണ്, ഇനി ഒന്നും നിനക്കില്ല, നീ പോയിക്കൊള്ളണം, ഈ സ്ഥാപനമായിട്ട് എനിക്ക് ബന്ധമല്ല. ഏത് സ്ഥാപനം? അയാളുടെ സ്വന്തം ചെലവിലുണ്ടാക്കി, അയാൾ തന്നെ 4 നിലയുള്ള സുന്ദരമായ ബിൽഡിംഗ് ഉണ്ടാക്കി, അവിടെ നിന്ന് പൊയ്ക്കോളണം, ഞാൻ ആ സീറ്റിൽ ഞാനായിരിക്കുന്നുണ്ട്. ഇതാണ് കാന്തപുരം സമസ്തയുടെ ഗുണ്ടായിസത്തിൻ്റെ ചെറിയൊരു മോഡൽ. അവസാനം അയാളാണ് കാറ്റാതായപ്പോഴാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്, ഞാൻ ആ ബന്ധം മുറിച്ചിട്ടുണ്ട്, ഇനി എൻ്റെ സ്ഥാപനമെന്ന് ആരും വിചാരിക്കണ്ട. അവിടത്തേക്ക് നിങ്ങൾ എത്തിച്ചതാ. 1, 2 അല്ലത്, എത്രണ്ട്. ഇപ്പം എറണാകുളത്ത് മെയിൻ ഒരു സ്ഥാപനത്തെ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇനി പറയാ? ഒന്നും വലുതല്ല, പോയി തട്ടിയെടുത്ത് എല്ലാം ചെയ്യും, എന്തും ചെയ്യും. അതിപ്പോൾ ഈ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മുഷാവറാണ്. ഒരു പെണ്ണ്, ആ പെണ്ണ് വേറൊരുത്തൻ്റെ ഭാര്യയാണ്. എന്നിട്ട് ഈ ഭാര്യനെ വേറെ ആൾക്ക് കെട്ടിച്ചു കൊടുത്തു. ഭർത്താവ് പിന്നെ അറിഞ്ഞു ഭാര്യനെ ഇപ്പോൾ കെട്ടിച്ചു പോയിന്. മുഷാവറ അങ്ങനെ ഇക്കായത് കൊടുത്ത്, ഞാൻ വെറുതെ പറയല്ല, നിഷേധിച്ച അതിൻ്റെ ക്ലിപ്പ് ഞാൻ കൊണ്ടുവരും. ഞാൻ ഒന്ന് പറഞ്ഞിരുന്നെന്തിനാരെ പോലെ ഒന്ന് നിശ്ചയിച്ച് കിട്ടാനാ. ഇന്ന് അസറിൻ്റെ ശേഷം വേറൊരു മൊയിലേറിനെ വിളിച്ചു, ഒക്കെ അനുഭവിച്ച ആയിരക്കണക്കിന് ആളുകൾ.